എത്ര പരാതികൾ വന്നു കഴിഞ്ഞു. അവന്തിക പറഞ്ഞതിലും ഗുരുതരമായുള്ളത് തന്റെ കുഞ്ഞാണ് എന്റെ വയറ്റിൽ വളരുന്നതെന്നും എന്തു ചെയ്യുമെന്നും അറിയാതെ പകച്ചു സംസാരിക്കുന്ന തീർത്തും നിസ്സഹായായ പെൺകുട്ടിയോട് സെക്കൻഡുകൾ മതി നിന്നെ കൊല്ലാൻ എന്നൊരു ദയവുമില്ലാതെ പറഞ്ഞ നേതാവിന് എന്തുകൊണ്ട് അതിലെ സത്യാവസ്ഥ ആരോപണങ്ങളിൽ മറുപടി പറയാനാകുന്നില്ല, അല്ലെങ്കിൽ അത് നിഷേധിക്കാനാകുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിലിപ്പോൾ അവന്തികയുടെ ഒരു കോൾ റെക്കോർഡാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് രാഹുൽ പറയേണ്ടുന്ന ഉത്തരം നൽകേണ്ടുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. അതായത് അവന്തിക പറഞ്ഞ ഗുരുതര പരാമർശം എന്ന് പറയുന്നത് അതിൽ കേരളം ലജ്ജയോടെ അല്ലെങ്കിൽ ഞെട്ടലോടെ കേട്ടു നിന്നത് ട്രാൻസ് വുമൺ ആയിട്ടുള്ള അവന്തികയെ റേപ്പ് ചെയ്യും വിധത്തിൽ തന്നെ പ്രാപിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ രാഹുൽ അഡ്രസ് ചെയ്യുകയേ ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ പുറത്തു വന്നിട്ടുള്ള വലിയൊരു സംഭാഷണമുണ്ട്. ഗർഭഛിദ്രം ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിർബന്ധിച്ചു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദ സംഭാഷണം. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് തള്ളി പറയുന്നില്ല? ഇനി നിലവിൽ വന്നിരിക്കുന്ന മറ്റാരോപണങ്ങളിലൊക്കെ സത്യാവസ്ഥ എന്താണ്? ഇതിനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പറയുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഏറ്റവും ഒടുവിലായി ചോദിക്കാനുള്ളത്, ഏറ്റവും പരമപ്രധാനവുമായി ചോദിക്കാനുള്ളത്, രാഹുൽ ഇന്ന് പറയുന്നു ജനകീയ കോടതി എന്നും നീതിന്യായ കോടതി എന്നൊക്കെ തരം തിരിച്ച് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ തനിക്കെതിരെ ഉയരുന്ന പരാതികളൊക്കെ അതൊക്കെ ഒരു കാമ്പുമില്ലാത്തതാണ്, വ്യാജമാണ് എങ്കിൽ എന്തുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയുടെ സഹായം തേടുന്നില്ല? നിയമപരമായി ഈ വിഷയങ്ങളെയൊക്കെ നേരിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ചോദ്യങ്ങളിൽ ഏറ്റവും പരമപ്രധാനമെന്ന് പറയുന്നത്.